നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കപ്പ വറുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനാണ് എടുക്കുന്നതെങ്കിലും അമ്മയാണ് മൊത്തം അരിഞ്ഞേക്കുന്നതും വറുത്തേക്കുന്നതും എല്ലാം. അപ്പം ഇന്ന് അമ്മയുടെ കുക്കിംഗ് ആണ്. അമ്മയാണ് ഇന്ന് കപ്പ വറക്കാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം കപ്പ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലേറ്റിലിരിക്കുന്ന പോലെ. അതിനുശേഷം ഓരോന്നും എടുത്തിട്ട് ഒരു ഇച്ചിരി കനത്തിൽ, തീരെ അങ്ങ് മെലിസാക്കരുതെന്ന് പറഞ്ഞു, കുറച്ച് കനത്തിൽ അരിഞ്ഞരിഞ്ഞ് വെക്കുക. ഒത്തിരി അങ്ങ് കുഞ്ഞു കുഞ്ഞായിട്ട് വളരെ മെലിഞ്ഞ് അരിയേണ്ട ആവശ്യമില്ല. ഇത് ചുരുളത്തും ഒന്നുമില്ല, ഒരു ശകലം കട്ടിയിൽ വേണം അരിയാനെന്ന് പറഞ്ഞു. അങ്ങനെ അരിഞ്ഞരിഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. ഈ കപ്പ വറുത്തുകൊണ്ടിരുന്ന സമയത്തെല്ലാം ഇങ്ങനെ പഴയ ഓണത്തിൻ്റെ ആ ഒരു ഓർമ്മകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഓണം സമയത്തൊക്കെ ഈ കായും കപ്പയെല്ലാം ഒരുമിച്ചല്ലേ വറക്കുന്നത്. ബാച്ചായിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ടായിരിക്കും വറക്കുന്നത്. അപ്പോൾ ആ കായ വറുത്ത് കഴിയുമ്പോൾ ആ കായയുടെ തൊലി തന്നെ വെച്ച് തോരനുണ്ടാക്കുന്നതും, കപ്പ വറുത്ത് കഴിയുമ്പോൾ കപ്പയുടെ വറുത്ത് ചോറുണ്ടുന്നതും അതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ ചോറുണ്ടുന്നത് ഫുള്ള് ഉപ്പേരി കുഴച്ചായിരിക്കും ചോറുണ്ടുന്നത്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇതിനകത്ത് ഞാൻ റിഫൈൻഡ് ഓയിലാണോ ഞങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്, വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു, ഇപ്പോൾ ഒറിജിനൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ എന്തൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കുമെന്ന്. നിങ്ങളൊക്കെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അമ്മയപ്പോൾ എന്നോട് അമ്മയുടെ ആ കുഞ്ഞു കാലത്തിലെ ഓണത്തിൻ്റെ കഥകളൊക്കെ പറയുമായിരുന്നു. പണ്ടൊക്കെ ഇങ്ങനെ എല്ലാം വറുത്തിട്ട് വെള്ളുകൊട്ടയ്ക്കകത്ത് ഇട്ടങ്ങ് വെക്കുമെന്ന്. എന്നിട്ട് അത് പിന്നെ വലിയ വലിയ ടിന്ന്, ഈ ബേക്കറിയിലൊക്കെ ഇരിക്കുന്ന പഴയ കാലത്തെ ബേക്കറിയിലൊക്കെ വലിയ വലിയ ടിന്ന് വെച്ചിട്ടില്ലേ, അതിനകത്തിലായിരുന്നു ഇട്ടിട്ട് വെക്കുന്ന ഓരോ ഐറ്റമും. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ ഓണക്കഥകളും ഓരോന്നിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് നല്ല ദിവസമായിരുന്നു അന്ന്. സമയം പോയതേ അറിഞ്ഞില്ല അത്രയും നേരം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തിനകത്ത് വെള്ളം വെച്ച് നന്നായിട്ട് അത് വെട്ടി തിളപ്പിച്ച് അതിനകത്തിലോട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും, ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തു. അത്രയും കൂടി ചേർത്ത് നന്നായിട്ട് അത് വെട്ടി തിളയ്ക്കുമ്പോൾ അതിനകത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചീനി ഇട്ട് അതൊന്ന് വേവിക്കാൻ നിൽക്കരുത്, അതൊന്ന് തിള വരുമ്പോഴേ എടുക്കണം. ഇടുക, ഊറ്റുക, എടുക്കുക, അത്രേ ഉള്ളൂ ഈ സ്റ്റെപ്പ്. അടുപ്പിൽ വെച്ചിരിക്കുന്ന ചീനിക്ക് ഒരേ ഒരു തിള വന്നപ്പോഴത്തേക്കും തന്നെ എടുത്ത് ഊറ്റി അതൊരു ചുപ്പിലിക്കകത്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ ഒരു പേപ്പറിനകത്തിലോ എന്തിനകത്തിലെങ്കിലും ഒന്ന് വിരിച്ചിടാം. അതൊന്ന് ആറിയതിന് ശേഷം നമുക്കതെടുത്ത് വറക്കാം. അതിനകത്തിലെ വെള്ളമയം ഒന്ന് പോയതിനു ശേഷം നമുക്കതെടുത്ത് വറക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയല്ല ഉപയോഗിച്ചേക്കുന്നത്, റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതൊഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും സ്റ്റൗ നന്നായിട്ടങ്ങ് കുറച്ച് വെച്ചേക്കുക. കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നിരത്തി വെച്ചേക്കുന്നില്ലേ ചീനി, ആറാൻ വേണ്ടിയിട്ട്, വെള്ളമയം പോകാൻ വേണ്ടിയിട്ട്, അതെടുത്ത് ഇതിനകത്തോട്ടിട്ട് വറുത്തെടുക്കണം. വേറെ ഒരു ടിപ്പുണ്ട് എങ്ങനെയാ ചീനി വറ്റൽ ഉണ്ടാക്കുന്നതെന്ന്. നമ്മൾ ഈ തിളപ്പിച്ച ചീനിയില്ലേ, അത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി വെക്കുന്നതിനാണ് ചീനി വറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തെടുത്ത് വറുക്കാം. അങ്ങനെയും ചെയ്ത് വെക്കാം. അത് എത്ര വേണമെങ്കിലും ഇരുന്നുള്ളൂ. നന്നായിട്ടൊരു 3-4 വെയിൽ കൊണ്ട്
നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്തിലോട്ട് ചീനി ഇടാൻ പോവാണേ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ രുചികളിൽ നിന്ന് പേരെഴുതിയിട്ടുള്ളതിന് താഴെയായിട്ട് ഒരു സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെൽ ബട്ടൺ വരും. ഈ എണ്ണയുടെ പതയിലൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കൊന്ന് നോക്കണം അത് മൂത്തോന്ന്. ഒരു പാത്രത്തിനകത്തോട്ട് ഒരെണ്ണം എടുത്തിട്ട് നോക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്ന പരുവാണെങ്കിൽ അത് നമുക്ക് കോരിയെടുക്കാനുള്ള പരുവ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളത് എടുക്കുക. ഒരുവിധം ഒന്ന് മൂത്ത് തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, പിന്നെ എപ്പോഴും ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഒരു വശം മാത്രം കിടന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കിതിങ്ങ് കോരിയെടുക്കാം.